ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുള്ളവരൊക്കെ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാനും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയശാല ഗ്രാമത്തിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് പരിചയമുള്ളൊരു വീട്ടിലായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുകയുടെ കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ നല്ല സേഫായിരുന്നു. നമുക്ക് അധികം പുക അടിച്ചില്ല, വെയിൽ കൊണ്ടില്ല, കുറച്ച് അല്പം വെയിൽ കൊണ്ടു. ഉച്ച സമയമായിരുന്നതുകൊണ്ട് എന്നാൽ പോലും നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും എൻ്റെ അമ്മയുടെ നാട്ടിലെ എൻ്റെ ഒരു മാമയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വലിയശാല ഗ്രാമത്തിലിരുന്നപ്പോൾ ഇതുപോലൊരു കോലം കെട്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പൈസ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂമിൽ ഒരാളിങ്ങനെ വരുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പൊങ്കാല ഇട്ടിട്ട് ഞാൻ കാണിക്കുന്ന ഓരോ പോസ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എനിക്കറിയാം ഓവർ ക്യൂട്ട്നെസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്, എന്നാലും സാരമില്ല. അപ്പോൾ നിങ്ങളൊക്കെ പൊങ്കാലയൊക്കെ ഇട്ടോ? ഞാൻ പായസമായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ മണ്ടപ്പുറ്റും വെള്ളച്ചോറും തിരളിയും വച്ചിട്ടുണ്ടായിരുന്നു. മാമിയും പായസമായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത്. മാമി പായസം, ഞാൻ പായസം, പിന്നെ ബാക്കിയുള്ളത് അമ്മ വെച്ചു. എനിക്ക് ബാക്കിയുള്ളതൊന്നും വയ്ക്കാൻ അറിയത്തില്ല കേട്ടോ. പായസം തന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ അമ്മ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളൊക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എവിടെയാണ് എന്നത്, നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. വേറെന്താ, ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ അരി തിളച്ച് വരുന്നതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. പൊങ്കാല എന്ന് പറയുന്നത് അത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണല്ലേ. അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മ എത്രത്തോളം അനുഗ്രഹം നമുക്ക് തരുന്നോ അത്രത്തോളം പെട്ടെന്ന് വെള്ളം തിളയ്ക്കുമെന്നൊരു വിശ്വാസം ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം ആരുടെ കലത്തിൽ വെള്ളം തിളയ്ക്കുന്നോ ആ ആൾക്ക് അമ്മ അനുഗ്രഹം നന്നായിട്ട് ചൊരിഞ്ഞു കൊടുക്കും. അമ്മ അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണല്ലോ. പക്ഷേ അങ്ങനെയൊരു മിത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ അമ്മയുടെ കലമാണ് തിളച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് എന്ത് പറ്റി, വ്ലോഗൊന്നും കാണുന്നില്ലല്ലോ, നീ പൊങ്കാലയ്ക്ക് പോയില്ലേന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. നിവേദ്യ സമയത്തെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ, ബൈ.